ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ലംഘിച്ച് യുദ്ധം പുതിയ മേഖലകളിലേക്ക് പടരുന്നത് ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇറാന്റെ മിസൈലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിതന്ത്രപ്രധാനമായ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയുടെ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും അടിമുടി ഉലയ്ക്കുന്ന ഒരു മഹാവിപത്തായി മാറുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയായാണ് അറിയപ്പെടുന്നത്. B-52 ബോംബർ വിമാനങ്ങളും ആണവ അന്തർവാഹിനികളും നിലയുറപ്പിച്ചിട്ടുള്ള ഈ താവളം ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയ്ക്ക് അധികാരം പ്രയോഗിക്കാൻ സഹായിക്കുന്ന കേന്ദ്രമാണ്. ഇറാന്റെ 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഈ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചു എന്നത് സമുദ്ര സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തകിടം മറിച്ചു. മിസൈലുകൾ തകർക്കപ്പെട്ടെങ്കിലും തങ്ങളുടെ പ്രഹരശേഷി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നീളുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണം ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് ശ്രീലങ്കയും മാലിദ്വീപിനെയുമാണ്. യുദ്ധം തങ്ങളുടെ പടിവാതിക്കൽ എത്തിയെന്ന തിരിച്ചറിവ് കൊളംബോയെ കടുത്ത തീരുമാനങ്ങളിലേക്കും നയിച്ചു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കയുടെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഇറാന്റെ മിസൈൽ പരിധിയിൽ തങ്ങളും ഉൾപ്പെടുമെന്ന ഭയമാണ് ലങ്കയെ ഇതിന് പ്രേരിപ്പിച്ചത്. ഒരു വശത്ത് ചൈനയുടെ സ്വാധീനവും മറുവശത്ത് അമേരിക്കയുടെ സമ്മർദ്ദവും നേരിടുന്ന ശ്രീലങ്കയ്ക്ക് ഇറാന്റെ ഈ നീക്കം വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധത്തിന്റെ ഭാഗമായാൽ തങ്ങളുടെ ടൂറിസം മേഖലയും സാമ്പത്തിക അടിത്തറയും തകരുമെന്ന് അവർ ഭയപ്പെടുന്നു. ലോകത്തിന്റെ ഊർജ്ജസ്ഥിരയായ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഭാഗികമായി തടസ്സപ്പെട്ടത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവിനാണ് കാരണമായതും. നിലവിൽ ബാരലിന് $105 എണ്ണവില $175 കുതിക്കുമെന്ന പ്രവചനം ലോകരാഷ്ട്രങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നു. ഇന്ത്യയെ പോലെ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാവുകയും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും UAE-യിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ വലിയ ഭീതിയിലാണുള്ളത്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സൗദി ഭരണാധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വെറുതെയല്ല. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ മധ്യസ്ഥത വേണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ലോകത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇറാനെതിരെ കടുത്ത സൈനിക നടപടിക്ക് ആഹ്വാനം ചെയ്യുമ്പോഴും പെട്ടെന്നുള്ള സമാധാനത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായുള്ള ട്രംപിന്റെ അഭിപ്രായ വ്യത്യാസം പാശ്ചാത്യ സഖ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. എങ്കിലും ഇറാന്റെ എണ്ണ കൈമാറ്റത്തിന് 30 ദിവസത്തെ ഇളവ് നൽകാൻ അമേരിക്ക തയ്യാറായത് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. യുദ്ധവാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവുമുണ്ടായി. ഇത് ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു തുടങ്ങി. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യത്തെയും ബാധിക്കുന്നുണ്ട്. ഈ സംഘർഷം നീണ്ടുപോയാൽ 2028-ലേതിനേക്കാൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയത് ശ്രദ്ധേയമായൊരു നീക്കമാണ്. ഇത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ തെളിവാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ എന്ന പോലെ ഈ വിഷയത്തിൽ നിഷ്പക്ഷത എന്നാൽ സമാധാനത്തിന് ഊന്നൽ നൽകുന്നതുമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മുസ്തഫ ഖമേനിയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് യുദ്ധത്തിന് ഗതി മാറ്റുന്നു. കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് ഇസ്രയേലിനെയും അമേരിക്കയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ഒരു യുദ്ധക്കളമായി മാറുന്നത് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം മാത്രമാണെങ്കിൽ ലോകം വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ മധ്യസ്ഥ ശ്രമങ്ങളും ഇന്ത്യയുടെ സമാധാന നിലപാടുകളും ഈ ഇരുണ്ട മേഘങ്ങൾക്കിടയിൽ വെളിച്ചമാവുകയാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകൾ ഇറാന്റെ സൈനിക വീര്യത്തിനും ഇടയിൽ സമാധാനത്തിന്റെ ഒരു പാലം പണിയാനാണ് ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകം പ്രത്യാശിക്കുന്നത്. യുദ്ധമാർഗം ഗുണം ചെയ്യില്ലെന്നിരിക്കെ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നതാണ് ഏക പോംവഴി. അല്ലാത്തപക്ഷം ആധുനിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷാ തകർച്ചയിലേക്ക് നമ്മൾ കൂപ്പുകുത്തും.